നമസ്കാരം. ആരിഫ് ഹുസൈനാണ് കൂടെയുള്ളത്. ആരിഫ്, നമസ്കാരം. നമസ്കാരം. അത്ര സന്തോഷമുള്ളൊരു ദിവസമൊന്നുമല്ല. കാരണം നമുക്കറിയാം ഹമാസ് ഇസ്രായേൽ വിഷയങ്ങളൊക്കെ നമുക്ക് സ്ഥിരമായി സംസാരിക്കുന്നതാണ്. പക്ഷെ ഞാൻ ഇന്ന് വാർത്ത വായിച്ചപ്പോൾ വളരെ കരഞ്ഞുപോയി. സത്യത്തിൽ ഞാൻ കരഞ്ഞു ആ വാർത്ത കിട്ടിക്കഴിഞ്ഞപ്പോ. കാര്യം ഹമാസ് ബന്ദിയാക്കി കൊണ്ടുപോയ ഏറ്റവും പ്രായം കുറഞ്ഞ 2 കുട്ടികൾ, 9 മാസം പ്രായമുള്ള കെഫി ബിബാസ്, അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ തന്നെ സഹോദരനായ ഏരിയൽ എന്ന് പറയുന്ന 4 വയസ്സുകാരൻ. ഈ കുട്ടികളുടെ മൃതദേഹം ആണ് നമ്മളുടെ കൈകളിലേക്ക് എത്തുന്നത്. പക്ഷേ ഹമാസ് വിട്ടുകൊടുക്കും എന്ന് പറഞ്ഞ ബന്ദികളുടെ ലിസ്റ്റിൽ ഇവരുടെ പേരുണ്ടായിരുന്നു. നമ്മൾ ജീവനോടെയാണ് ഈ കുട്ടികൾ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചത്. പക്ഷെ വന്നത് കഫീൻസിലായിട്ടാണ്. ആരിഫ്, എന്റെ ചോദ്യം, ഇവരെപ്പോഴും പറഞ്ഞ സാധനമുണ്ട്, ഞങ്ങൾ ഇവരെ കൊല്ലുന്നത് ഇസ്രായേലുകാർ ഞങ്ങൾ പ്രത്യാക്രമണം നടത്തുന്നതുകൊണ്ടാണെന്നൊക്കെ. ഈ ന്യായവാദങ്ങൾക്കൊക്കെ അപ്പുറമാണ് 2 കുരുന്നുകൾ ലോകത്തിലേക്ക് വന്നതേ ഉണ്ടായിരുന്നു. അവരെ കൊന്നിരിക്കുന്നു. കൊന്നത് അങ്ങനെ അവർ പറഞ്ഞിരുന്നത് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ മരണപ്പെട്ടു എന്നാണ്. പക്ഷെ അങ്ങനെയുമല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ കഴുത്ത് ഞെരിച്ച് കൊന്നതാണ് എന്ന് മനസ്സിലാവുന്നു. എന്താണ് ആരിഫ്, ഇത് ആരുടെ ഭാഗത്തെ തെറ്റാണ്? കുട്ടികളെയൊക്കെ കഴുത്ത് ഞെരിച്ച് കൊല്ലുക ഹമാസ് ഭീകരർ എന്ന് പറയുമ്പോൾ. ഇതിൽ തുടക്കം മുതൽ നമ്മൾ കേൾക്കുന്നൊരു കാര്യമുണ്ട്. സിവിലിയൻസിനെ കൊല്ലുന്നു, അത് ഭയങ്കര പ്രശ്നമാണ് എന്നാണ് നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വാദം. നമ്മൾ പറയുന്നു സിവിലിയൻസിനെ കൊല്ലുന്നത് വലിയ പ്രശ്നം തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ ഇവിടെ ആർക്കാണ് സിവിലിയൻസിനെ കൊല്ലണം എന്ന ഒരു ഇൻറ്റൻഷൻ ഉള്ളത്? ഇൻറ്റൻഷൻ ഇവിടെ ആർക്കാണുള്ളത്? ഇത് നമ്മൾ അന്വേഷിക്കണം. അതുപോലെ തന്നെ അങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇൻറ്റൻഷനോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ ഡിസൈൻ ചെയ്ത് വെച്ച് അത് നടപ്പിലാക്കിയത് ആരാണ്? ഇത് രണ്ടും നമ്മളിവിടെ ചോദിക്കേണ്ടി വരും. ഈ ഒരു സംഭവം പറയുമ്പോഴാണ് ഈ ഒരു ഹമാസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പിന്നെ മാളത്തിൽ ഒളിക്കേണ്ടി വരാം. കാരണം ഞാൻ എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു വെല്ലുവിളിയാണ്, സിവിലിയൻസിനെ കൊല്ലണം എന്നുള്ളൊരു ലക്ഷ്യവും ഒരു ഇൻറ്റൻഷനും അതോടൊപ്പം തന്നെ കൊല്ലാനുള്ള വഴികൾ അത് ഇവിടെ ഡിസൈൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ ഒരു ചരിത്രം അത് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം പോലും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് നമ്മളിവിടെ തുടക്കം മുതൽ പറയുന്നത്. മറിച്ച് നിങ്ങൾക്ക് തെളിയിക്കാം എന്നത് ഒരു വെല്ലുവിളിയായിട്ട് തന്നെ നമ്മളോട് വെച്ചിട്ട് ഇതുവരെ ഒരാൾക്കും വന്നിട്ടില്ല. എന്നാൽ നമുക്ക് 100 കണക്കിന് ഉദാഹരണങ്ങൾ കൊടുക്കാൻ കഴിയും. സിവിലിയൻസിനെ കൊല്ലണം എന്നതിൻ്റെ കൃത്യമായ ആ ഒരു ഇൻറ്റൻഷനോടും മാത്രമല്ല, അതോടൊപ്പം അതിന് കൊല്ലാൻ വേണ്ടിയുള്ള വഴികൾ പോലും നമുക്കിവിടെ നടത്തിയതിൻ്റെയും തെളിവുകൾ നമുക്കിവിടെ കിട്ടുകയാണ്. അതിപ്പോൾ ഒരു ഒക്ടോബർ 7 മാത്രമൊന്നുമല്ല നമ്മൾ പറയുന്നത്. അതായത് ജെറൂസലം പഴയ ഒരു മുഫ്തിയെക്കുറിച്ച് നമ്മൾ അധികമൊന്നും പറയാറില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നറേറ്റീവ് മുഴുവൻ പൊളിയും. ഒരു ഹുസൈനി എന്ന് പറയുന്ന ഒരു മുഫ്തിയാണ് അദ്ദേഹം, ജെറൂസലം മുഫ്തി. അപ്പോൾ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സമയത്ത് 41 അതിന് മുന്നേ തന്നെ ഇദ്ദേഹം പണി തുടങ്ങിയിട്ടുള്ളതാണ് ജൂതന്മാരെ കൊന്നു തള്ളാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം ഹിറ്റ്ലർ ഉദയം ചെയ്ത് വന്ന ആ ഒരു കാലഘട്ടത്തിൽ ഹിറ്റ്ലറെ നേരിട്ട് പോയി കണ്ട്, പലതവണ പോയി കണ്ടിട്ട്, ഞങ്ങളുടെ നാട്ടിലും കുറച്ച് ജൂതന്മാരുണ്ട്, ഒന്ന് കൊന്നു തരണം, നമ്മുടെ 2 പേരുടെയും പൊതുശത്രു ജൂതനാണ് എന്ന് പറഞ്ഞ് അവിടെ ഒരു സംഭാഷണം നടത്തി അവർ തമ്മിൽ ഇരിക്കുന്ന ചിത്രം അത് ഇന്നും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഈ പറയുന്ന വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്ന വേളയിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളടക്കം എത്ര പേര് ഈ വിഷയത്തിൻ്റെ യഥാർത്ഥ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടാൻ പാകത്തിന് വഴിവെക്കുന്ന ഈ ഒരു വിഷയത്തെ ഇവിടെ ഉയർത്തി കാണിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ അവിടെ മുതൽ തുടങ്ങണം. ഇവർ തന്നെ പറയും ഒക്ടോബർ 7 ഇത് തുടങ്ങിയത്. ഓക്കെ, ഒക്ടോബർ 7 അല്ലെങ്കിൽ പിന്നെ എന്നാണ് ഇത് തുടങ്ങിയെന്ന് അവർ പറയട്ടെ. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവിടെ ഇതെല്ലാം നമ്മൾ ചർച്ചയാക്കേണ്ടി വരും. ആ സമയത്ത് ഇതെല്ലാം അവർ വിഴുങ്ങേണ്ടി വരും. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ദുരവസ്ഥ അത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നതിനപ്പുറം ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല ആരും. ഇതൊരു വിഷയമായിട്ട് കാണുന്നില്ല. ഇപ്പോൾ ഇതിൽ ഏറ്റവും തമാശയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഒരു മൃതദേഹം കൈമാറുന്ന സമയത്ത് ഹമാസിൻ്റെ പോരാളികൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവർ മുഖമൊക്കെ മറച്ച് അവർ പരേഡ് നടത്തി അവിടെ മ്യൂസിക്കൊക്കെ ഇട്ട് ആഘോഷിച്ച് കൂടെ ആ നാട്ടിലുള്ള കുട്ടികളും പ്രായമായവരും യുവാക്കളും എല്ലാവരും ഗാസയിലുള്ള ഒരു വലിയ ഒരു ജനക്കൂട്ടം അവരുടെ ഇടയിൽ ആ ആർപ്പുവിളികൾക്കിടയിലാണ് ഇത് കൈമാറ്റം ചെയ്യുന്നതായിട്ട് കണ്ടത്. ഇത് കണ്ടപ്പോൾ അവിടെ UN പറയാണ് അത് ശരിയായില്ല എന്ന്. അതായത് ഒക്ടോബർ 7 അവിടെ കടന്നു ചെന്നുകൊണ്ട് അവിടെ നടത്തിയ ആ കൊലപാതകം, ആ ഒരു ബ്രീച്ച്, അതിൽ അവർക്ക് പ്രശ്നം തോന്നിയിട്ടില്ല. അവിടെ നടത്തിയ കൊലപാതകത്തിൽ അവർക്ക് പ്രശ്നം തോന്നിയിട്ടില്ല. കണ്ണും മൂക്കും ഇല്ലാതെ സിവിലിയൻസിന് നേരെ വെടിവെച്ചതിൽ അവർക്ക് പ്രശ്നം തോന്നിയിട്ടില്ല. അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ആളുകളെ ബലാത്സംഗം ചെയ്തത് അതവർക്ക് പ്രശ്നം തോന്നിയിട്ടില്ല. അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയി കൊലപ്പെടുത്തിയ ആളുകളെ വിവസ്ത്രരാക്കിയിട്ട് ട്രക്കിൻ്റെ പിന്നിൽ
അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചവിട്ടി കയറി നിന്നിട്ട് അള്ളാഹു അക്ബർ വിളിച്ചപ്പോൾ അതിലും ഇവർക്ക് പ്രശ്നം തോന്നിയിട്ടില്ല. എല്ലാം കഴിഞ്ഞ് ഇവരെ ഈ മൃതശരീരങ്ങളും ജീവനുള്ളതും ഇല്ലാത്തതും എല്ലാം ഇതേപോലെ ഉന്തിയും തള്ളിയും അവരുടെ ഗാസയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആർപ്പ് വിളികളോടുകൂടി ഗാസക്കാരായിട്ടുള്ള ആളുകൾ അതിനെ സ്വീകരിച്ച് അവരെ ആനയിച്ച് കൊണ്ടുപോകുന്നതും അവരെ ഈ ഹമാസ് തീവ്രവാദികളോടൊപ്പം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കൈയടിച്ച് അതിൻ്റെ പിന്നാലെ ഓടുന്നതും ആർപ്പ് വിളികൾ അർപ്പിക്കുന്നതും കണ്ടിട്ട് UN-ന് അതിലൊരു പ്രശ്നം തോന്നിയിട്ടില്ല. ഇന്നിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇതിലെ ബന്ദികളായി എന്നിവർ പിടിക്കുന്ന ആളുകളെ അവർ വിളിക്കുന്നത് അവരെ പ്രിസണർ എന്ന് വിളിച്ചപ്പോൾ പോലും UN-ന് പ്രശ്നം തോന്നിയിട്ടില്ല. എങ്ങനെയാണ് അവർ പ്രിസണർ ആവുന്നത്? ഏത് യുദ്ധത്തിലാണ് ഈ പറയുന്ന സിവിലിയൻസ് പങ്കെടുത്തത് ഒന്ന് പറയണം. ഇതൊന്നും ചെയ്യാതെ ഇതിലൊന്നും അവർക്കൊരു പ്രശ്നം തോന്നാതെ ഇന്നിപ്പോൾ ഒരു കാരണവുമില്ലാതെ അവർ കൊന്നു തള്ളുക എന്ന് പറയുമ്പോൾ എന്നിട്ട് അതിനെ ഇതേപോലെ തിരിച്ചു കൊടുക്കുന്ന വേളയിൽ പരേഡ് നടത്തിയപ്പോൾ മാത്രമാണ് അവർക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ എന്ന് വരുന്നിടത്ത് UN എന്ന് പറയുന്ന തരം ബോഡികളുടെ സാമൂഹിക പ്രസക്തി അതിവിടെ നഷ്ടപ്പെടുന്നു. ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി ഇതിനൊക്കെ അപ്പുറം ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇതിൽ ആര് പറയുന്നതാണ് ഇവർ വിശ്വസിക്കുന്നത്? ഇതാണ് ഇതിൽ ഏറ്റവും വലിയൊരു തമാശ. അല്ലെങ്കിൽ നമ്മൾ നമുക്കൊക്കെ ഇതിനകത്തൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയം അതും കൂടിയാണ്. എന്നുവെച്ചാൽ ആരെയാണ് നമ്മളിവിടെ കണക്കിലെടുക്കുന്നത്? ഈ പറയുന്ന തീവ്രവാദികൾ കൊടുക്കുന്ന കണക്ക്, അവർ കൊടുക്കുന്ന ചിത്രങ്ങൾ, അവർ കൊടുക്കുന്ന വീഡിയോകൾ, അവർ കൊടുക്കുന്ന കൊട്ടക്കണക്ക്, ഇത് വെച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിച്ചു പോയിരുന്നത്. അത് ശരിയാണോ? ശരിയാവുന്ന എങ്ങനെയാണ് ശരിയാവുക? ഇതിപ്പോൾ ഈ ബോഡി അവരുടെ കയ്യിലേക്ക് കിട്ടിയത് കൊണ്ടാണല്ലോ ഇത് ഇസ്രായേൽ ആക്രമണത്തിലല്ല കൊല്ലപ്പെട്ടത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. പോസ്റ്റ്മോർട്ടം നടത്തിയാൽ അത് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ള ആ ഒരു വിജ്ഞാനം അത് ലഭിക്കാൻ ഇന്നത്തെ കാലത്ത് വലിയ PhD ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഏറ്റവും മിനിമം മദ്രസയിൽ പഠിച്ച സാധനം മാറ്റി വെച്ചാൽ മാത്രം മതി എന്നേ നമ്മൾ പറയാറുള്ളൂ. ഇതൊന്നും മദ്രസയിൽ പഠിപ്പിക്കുന്ന സാധനം അല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ കാണുന്നത് ലഭിച്ച മൃതദേഹങ്ങൾ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തി കഴിയുമ്പോൾ വളരെ എളുപ്പം കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കെ അതുപോലും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അത് വെച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കാം എന്ന ഒരു ധാരണ ഈ പറയുന്ന ഹമാസിനുണ്ടായിരുന്നു. അതിന്നിവിടെ പൊളിയാണ്. അപ്പോൾ ഈ 2 കുട്ടികളെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർ ജീവനോടെ ഉണ്ടാകുമെന്നുള്ളൊരു ധ്വനി കൊടുത്തുകൊണ്ട് ഇന്നിപ്പോൾ അവരെ മൃതശരീരം കൊടുത്ത് അത് പരിശോധിച്ച് കഴിയുമ്പോൾ അവരെ കഴുത്ത് ഞെരിച്ചാണ് കൊന്നത് എന്നറിയുമ്പോൾ എന്നിട്ട് അതിനെ ആരോപിച്ചത് ഇസ്രായേൽ അക്രമത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് പറയുമ്പോൾ ഇതും വിശ്വസിക്കാൻ ഇവിടെ നാട്ടുകാരുണ്ടാവുന്നതാണ് ഇവർ തെറ്റിദ്ധരിച്ചത്. പക്ഷേ കാലം കുറച്ചെങ്കിലും വ്യത്യാസം വന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ തീവ്രവാദികളുടെ കണക്കും തീവ്രവാദികളുടെ മുതലക്കണ്ണീരും അവരുടെ വിശദീകരണങ്ങളും ഇന്നിപ്പോൾ ആളുകൾ സംശയത്തോടു കൂടി നോക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് തന്നെയാണ്. ഇന്ന് മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധിയിലേക്ക് ആകാൻ പോകുന്നേ ഉള്ളൂ. അതാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ എൻ്റെ ഒരു ബലമായ വിശ്വാസം എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ഇസ്രായേൽ പെട്ടെന്ന് തന്നെ ഒരു യുദ്ധത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഹമാസ് എന്ന ആശയം എന്താണ്, അവർ മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജി എന്താണ്, അവരുടെ വിഷയം എന്താണ്, അത് ടെറിട്ടോറിയൽ ഇഷ്യൂ ആണോ അതോ ഐഡിയോളജിക്കൽ ഇഷ്യൂ ആണോ എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയ ഒരു ഘട്ടത്തിലേക്കാണ് സത്യത്തിൽ ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇസ്രായേൽ ആ ഒരു അവസരത്തെ അവർ കൂടുതൽ ഉപയോഗപ്പെടുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരമായിട്ട് ഇവർ ഉപയോഗപ്പെടുത്തും എന്നാണ് എനിക്ക്. യുദ്ധത്തിലേക്ക് എടുത്തു ചാടാനുള്ള സാധ്യത കുറവാണ്. എന്നാലും സൈനികമായ നീക്കങ്ങൾ അവിടെ ഉണ്ടാകാമായിരിക്കും. പക്ഷേ അവിടെ ഒരു കണ്ണുമുക്കില്ലാതെ സിവിലിയൻസിനെ കൊന്നുതള്ളുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും പോകാനൊന്നും ഒരു സാധ്യതയില്ല എന്നുള്ളതിനെയാണ്. അതിൻ്റെ ആവശ്യം അവർക്കില്ല. അപ്പോൾ ഇത് ലോകത്തിന് ബോധ്യപ്പെടുകയാണ്. അത് സ്വയം ബോധ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു. കാരണം ഈ പരേഡിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ തന്നെ UAE നിന്നും അതുപോലെ തന്നെ സൗദിയിൽ നിന്നൊക്കെയുള്ള പ്രബലരായിട്ടുള്ള മതപണ്ഡിതർ തന്നെ മുന്നോട്ട് വന്നു. ഇത് ഇസ്ലാമിന് നാണക്കേടുണ്ടാക്കി, മുസ്ലിം ലോകത്തിന് നാണക്കേടുണ്ടാക്കി എന്ന് പറയുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരെ വന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ ഹമാസിനോട് താഴെ ഇറങ്ങണം എന്ന് പറയുന്ന രീതിയിലേക്ക് UAE ഒക്കെ വരുന്ന അവസ്ഥ ഇവിടെ കണ്ടു. അതുകൂടാതെ മറ്റ് പല രാജ്യങ്ങളും ഇതിനോട് വിയോജിപ്പ് അറിയിച്ചു. UN പോലും ഇത്ര നാൾ സപ്പോർട്ട് ചെയ്തിരുന്ന UN പോലും ഇന്ന് തിരിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് സംഭവിക്കുന്നത്. ലോകത്തിന് ഈ വിഷയം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴിയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. കാരണം ഇതേ പരേഡിങ്ങും ഇതേ ആഘോഷം നടത്തുന്നതും എല്ലാം ഈ ഒക്ടോബർ 7 നടത്തിയപ്പോൾ അത് നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല. അത് ഇന്നിപ്പോൾ വീണ്ടും അവർക്ക് കാണാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ആർക്കാണ് ഈ സിവിലിയൻസിനെ കൊല്ലണമെന്നുള്ള ഇൻറ്റൻഷൻ ഉള്ളതെന്നും അതിനുവേണ്ടി ആരാണ് എന്തൊക്കെയാണ് ചെയ്തു വെച്ചത് അതാരാണ് എന്നുള്ളതും തിരിച്ചറിയാനുള്ളൊരു വഴിയായിട്ട് ഇത് അവർ തന്നെ മാറ്റിയിരിക്കുകയാണ്. ഇത് അവർക്ക് തന്നെ അവരുടെ സ്വന്തം കുഴി അവർ തോണ്ടിയതിന് തുല്യമായിട്ട് മാറുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അരിഫിയുടെ ഒരു കാര്യമുണ്ട്. അതായത് 19ഓളം ബന്ധികളെയാണ് ഇതുവരെ വിട്ടയച്ചിരിക്കുന്നത്. ഇതിന് പകരമായി 1100-ലധികം വരുന്ന ഫലസ്തീൻ തടവുകാരെ വിട്ടു കൊടുത്തിട്ടുമുണ്ട്. അതായത് ഹമാസിലെ തീവ്രവാദികളായിട്ടുള്ള ആ യുദ്ധത്തിൽ പിടിച്ചിട്ടുള്ള ആളുകളെ.
നോക്കൂ, ഇതൊരു വലിയ അന്തരമാണ്. 19 പേർക്ക് പകരം 1100 പേരെ കൊല്ലുക. ആരിഫ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. സിവിലിയൻസിന്റെ ജീവൻ എത്രത്തോളം പ്രാധാന്യം ഇസ്രായേൽ കൊടുക്കുന്നുണ്ട് അതെ. എന്നുള്ളത്. ഈ ഒരു ഇത് വളരെ വ്യക്തമാണല്ലോ ഈ ഒരു കണക്കിൽ തന്നെ. മാത്രമല്ല, ഈ കുട്ടികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ അമ്മയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവർ ആദ്യം കൊടുത്ത് പലയിടങ്ങളിലും സത്യത്തിൽ കരാർ ഒരിക്കൽ പോലും ഇസ്രായേൽ ലംഘിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ പല ഘട്ടങ്ങളിലും ബന്ദികളെ കൊടുക്കാൻ വൈകിപ്പിച്ചത് ഒരു സമയമുണ്ടായി. ഇവരുടെ മാതാവിനെ കൊടുത്തത് ഓടി മാറ്റിയാണ് കൊടുത്തത്. ജീവനോടെ വിടുമെന്ന് പറഞ്ഞ ബന്ദികൾ ഉണ്ടായിരുന്ന 3 പേർ, കുട്ടികളുടെ അമ്മ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ട അവസ്ഥയിലാണുള്ളത്. അതും മൃഗീയമായി. അപ്പൊ ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്നുള്ളത് ലോകം വിശകലനം ചെയ്ത് കഴിയേണ്ടതല്ലേ? അതെ, ഇനിയിപ്പോൾ അതിനകത്ത് വലിയ സംശയമൊന്നുമില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ പോയിന്റ്. അതായത് ഒരു ഈ യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ പ്രശ്നം ഉണ്ടായി, ഹോസ്റ്റേജ് അവരുടെ കയ്യിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ ഒരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബന്ദികളെ ചൂണ്ടിക്കാണിച്ച് തിരിച്ചു തരാൻ ഹെൽപ്പ് ചെയ്യുന്ന പാലസ്തീനിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് $5 മില്യൺ ഓരോ ബന്ദിക്കും വേണ്ടി അവിടെ പ്രഖ്യാപിച്ചിരുന്നത്. എത്ര ഗാസക്കാരായിട്ടുള്ള ആളുകൾ അതിനുവേണ്ടി മുന്നോട്ട് വന്നു ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് അവർ പറയുന്നത് അവർ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും വലിയ പ്രശ്നമൊക്കെ നേരിടുന്ന ആളുകളാണ്, മാനവികതയാണ് അവിടെ മുറ്റി നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരാൾ ഇത്രമാത്രം ബന്ദികൾ 400 ബന്ദികൾ ഉണ്ടായിട്ട് 400ഓളം ഉണ്ടായിട്ട് ആരെങ്കിലും അത് ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് വരാൻ ഒരാളെങ്കിലും മുന്നോട്ട് വന്നു? ഒരാൾ പോലും വന്നിട്ടില്ല. അപ്പോൾ അവരുടെ പ്രശ്നം എന്താണ്? അവിടെയാണ് നമ്മൾ വീണ്ടും ചെന്നെത്തുന്നത്. ഇത് പ്രശ്നം ഐഡിയോളജിയാണ്, ഇത് ജൂതവിരുദ്ധതയാണ്, ഇതാണ് അതിലേക്ക് വന്നെത്തുന്നത്. അവർ കാണിച്ചു കൊടുക്കില്ല, അവർ മുന്നിലുണ്ടെങ്കിൽ പോലും കാണിച്ചു കൊടുക്കില്ല. കാരണം എന്താണ്? ചില ബന്ദികളെ പിടിച്ചത് എവിടുന്ന? ചില ബന്ദികളെ പിടിച്ചത് ഹമാസ് തീവ്രവാദികളുടെ വീട്ടിൽ നിന്നായിരുന്നില്ല. അവരെ പിടിച്ചത് സിവിലിയൻസ് ആയിട്ടുള്ള ഗാസക്കാരായിട്ടുള്ള ഡോക്ടറുടെ വീട്ടിൽ നിന്ന്, അതല്ലെങ്കിൽ എഞ്ചിനീയറിൻ്റെ വീട്ടിൽ നിന്ന്, അവിടെ ജോലി എടുക്കുന്ന ഒരു ബന്ദിയെ വിളിച്ച് സ്കൂൾ ടീച്ചർമാരായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ നിന്നാണ്. ഇങ്ങനെ വരെ അവിടെ റെസ്ക്യൂ ക്യാമ്പിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. യെസ്. അപ്പോൾ ഇത് തന്നെ അവിടെ പ്രൂവ് ചെയ്യുന്നത് ഈ ഒരു വിഷയമാണ്. അതായത് ആർക്കാണ് ഈ കൊല്ലണം എന്നുള്ള ഉദ്ദേശം എന്നുള്ളത്, ഈ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന ആരാണെന്നുള്ളത് ഒന്നാമത്തത്. ഇനി ഇവിടെ ഇപ്പോൾ ഷിറി ബിബാസിൻ്റെ മൃതശരീരം മാറിപ്പോയി എന്ന് വന്നപ്പോൾ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്, ആരും ചോദിക്കുന്നതായിട്ട് കാണുന്നില്ല. പകരം കൊടുത്തത് വേറൊരാളുടെ മൃതശരീരമാണെന്നാണല്ലോ വരുന്നത്. അതാണെങ്കിൽ വേറൊരു ഹോസ്റ്റേജിൻ്റെ അല്ല എന്നും ഇസ്രായേൽ അവിടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അത് ഇസ്രായേലിയേ അല്ല, എന്നാൽ അതൊരു സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീയുടെ മൃതദേഹം എവിടുന്ന് വന്നു? ഇത് നമുക്കറിയണ്ടേ? ഇത് ആരുടെ ശരീരമാണ്? ഇത് നമുക്കറിയാൻ കഴിയണ്ടേ? അപ്പോൾ ഇത് പാലസ്തീനിയൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗാസക്കാരി ആയിട്ടുള്ള ഒരു സ്ത്രീയുടെയാണ്. അപ്പോൾ ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുകയാണ്. അവരെ ആര് കൊന്നു? അവരെ എന്തിനു കൊന്നു? എന്തായിരുന്നു അവർ ചെയ്ത തെറ്റ്? ഇതെല്ലാം നമ്മൾ അറിയണം. അവർ വെടിയേറ്റിട്ടാണോ മരിച്ചത്? ഇതൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞു മറിയാണ്. അതായത് സ്വന്തം ജനതയെ സംരക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജനതയെ കൊന്നു തള്ളുന്നതിന് മടിയില്ല എന്നും കൂടിയാണ് ഇവരിവിടെ പ്രൂവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ പറഞ്ഞു, യഹിയ സിൻവർ പറഞ്ഞ വാചകം, ഇത് നെസസറി സാക്രിഫൈസ് ആണെന്നാണ് അവർ പറഞ്ഞു വെച്ചത്. അതായത് നമ്മളുടെ ആളുകൾ മരിക്കും, കുട്ടികൾ ചാവും, സ്ത്രീകൾ ചാവും, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നമ്മളുടെ ആ ബിഗർ ലക്ഷ്യത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ആളുകളൊക്കെ ചാവും, അത് നിങ്ങൾ ഇത്ര വലിയ പക്ഷേ അതൊക്കെ നെസസറി സാക്രിഫൈസ് ആണെന്നാണ് യഹിയ സിൻവർ പറഞ്ഞത്. ഇതേമാതിരി തന്നെയാണ് അവിടെ പറഞ്ഞത്. പുല്ല് വില പോലും ഇല്ല എന്ന് നമ്മൾ പറയാം. അപ്പോൾ സ്വന്തം ജനതയെ ഇതുപോലെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് മനുഷ്യ കവചമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത് ആരാണ്? ആ ചോദ്യത്തിലേക്കും ആ ഉത്തരത്തിലേക്കൊക്കെയാണ് വീണ്ടും നമ്മൾ ചെന്നെത്തുക. ഇനി അതോടൊപ്പം ഇവിടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇവിടെ പറഞ്ഞല്ലോ, ഒരു ബന്ദിക്ക് പകരം ഇത്രമാത്രം പാലസ്തീനിയൻസ്. അതെ. അപ്പോൾ ഒരാളുടെ, ഒരു ഇസ്രായേലി പൗരന്റെ വില അവർ നിശ്ചയിച്ചിരിക്കുന്നത് എത്രയാണെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? അപ്പോൾ സ്വന്തം പൗരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏത് അറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്ന് വരുമ്പോൾ അവിടെ അവർ വില കൊടുക്കുന്നത് എന്തിനാണ്? അവർ വില കൊടുക്കുന്നത് അഭിമാനത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള സാധനത്തിനൊന്നുമല്ല, അവിടെയുള്ള സ്വന്തം സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവനാണ്. അതിനാണ് അവരവിടെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് പോലും. ഇപ്പോൾ അയൺ ഡോം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ചിത്രം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അതായത് കണ്ണും മൂക്കും ഇല്ലാതെ ഇവിടെ നിന്ന് തൊടുത്തു വിടുന്ന റോക്കറ്റുകൾ ഇസ്രായേലിൻ്റെ മേജറായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയാസിലേക്കാണ് തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയൺ ഡോം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് അവിടെ വീണിട്ടുണ്ടാകുന്ന പരിക്ക്, അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ, എത്ര പേര് മരിച്ചു വീഴും, അത് നമ്മൾ ആലോചിക്കേണ്ട. ഇപ്പോൾ ലെബനോൺ ബോർഡറിൽ ഹെസ്ബുള്ള അയച്ച ഒരു റോക്കറ്റ് വീണിട്ട്, ഒരെണ്ണം വീണിട്ട് 12 കുട്ടികളാണ് അന്ന് അവിടെ മരിച്ചത്. അതിൽ ആദ്യത്തെ ദിവസം 12 പേരിൽ 11 എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഒരു കുട്ടി മരിച്ചത് അവിടെ ശവശരീരം പോലും കാണാനുണ്ടായിരുന്നില്ല, അത് അവിടെ ആവിയായിപ്പോയി. അപ്പോൾ 30 മണിക്കൂർ കഴിഞ്ഞിട്ടും ആണ്
12ാമത്തെ ആളെ തിരിച്ചറിയുന്നത്. കാരണം എന്താണ്, കൊല്ലപ്പെട്ടതിൽ ഒരു കുട്ടി, ആ കുട്ടിയുടെ കൂടെ ഈ കുട്ടി ഉണ്ടായിരുന്നു, പക്ഷെ ആ കുട്ടിയെ തെരഞ്ഞിട്ട് കാണുന്നില്ല. അപ്പോൾ അവിടെ ഉറപ്പിച്ചു ഈ കുട്ടിയും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ DNA ടെസ്റ്റ് അതിൻ്റെ കിറ്റുമായിട്ട് വന്ന് അവിടെ പരിശോധന നടത്തിയിട്ടാണ് മനസ്സിലാവുന്നത് റോക്കറ്റ് നേരിട്ട് പതിച്ചത് ഈ കുട്ടിയുടെ ശരീരത്തിലായിരുന്നു. അതുകൊണ്ടാണ് ആ കുട്ടിയുടെ ശവശരീരത്തിൻ്റെ ഭാഗം പോലും കിട്ടാതെ പോയത്. ഇത് ഇത് സംഭവിച്ചു, 12 പേര് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത് ജൂതന്മാരാണോ കൊല്ലപ്പെട്ടത്? അതുമല്ലല്ലോ. ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികൾ, അവർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം, ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ വിഷ്വൽസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വേണമെങ്കിൽ അയച്ചുതരാം. അവരുടെ മേത്തേക്കാണ് ഇത് ചെന്ന് വീണത്, അവരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അപ്പോൾ നമ്മളവിടെ നേരിട്ട് ചെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് അവിടെ നിന്ന് ഞാൻ ഷൂട്ട് ചെയ്ത അതിൻ്റെ വിഷ്വൽസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമുക്കൊരു മൊബൈൽ ഫോണിൽ സൂം ചെയ്ത് കാണാവുന്ന സ്ഥലത്തു നിന്നാണ് ഈ റോക്കറ്റ് വിട്ടിരിക്കുന്നത്. അത്രയ്ക്ക് ഡിസ്റ്റൻസ്, അത്രയേ ഉള്ളൂ അതിൻ്റെ ആ ഒരു, കാരണം ഒരു മലമുകളിൽ നിന്നും താഴേക്ക് തൊടുത്ത് വിടാവുന്ന ഒരു സ്ഥലം. അവിടെ ഒരു യുദ്ധവും നടക്കുന്നില്ല. അവിടെ ഇസ്രായേലിൻ്റെ ഏതെങ്കിലും ഒരു സൈനിക പോസ്റ്റോ അങ്ങനെ ഒരു സാധനമില്ല. ഒരു പോലീസ് പോസ്റ്റ് പോലെ നമ്മുടെ സാധാരണ പോലീസുകാരൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങാടിയിലൊക്കെ ഉണ്ടാവുന്ന പോലെ ഒരു 4-5 പോലീസുകാർ ഇരിക്കുന്ന ഒരു റൂമുണ്ട്. അത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് ലക്ഷ്യമാക്കിയിട്ട് വിട്ടു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അത് അവർക്കൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, വന്നു വീണത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക്. അത് സൈറൺ മുഴങ്ങലും കുട്ടികൾ ഓടിക്കയറാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ബോംബ് ഷെൽട്ടറിൻ്റെ അകത്തേക്ക് 10-20 പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഷെൽട്ടറിനകത്തേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചത് 10-40ഓളം ആളുകളാണ്. അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ വാതിക്കൽ എത്തി നിൽക്കുന്ന വേളയിലാണ് ഈ കുട്ടികൾ മേത്തേക്ക് ഇത് വീഴുന്നതും അവിടെ വെച്ചിട്ട് അവർ കൊല്ലപ്പെടുന്നതും. ഇന്നും ആ ബോംബ് ഷെൽട്ടറിൻ്റെ മുകളിൽ ഇതിൻ്റെ ഷാർപ്പ് നെയിൽസൊക്കെ കൊണ്ട് അവിടെ പരിക്ക് അതിങ്ങനെ പൊട്ടി നിൽക്കുന്നത് നമുക്കിപ്പോഴും അവിടെ കാണാൻ കഴിയും. അതൊക്കെ അവരവിടെ പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇല്ലെങ്കിൽ ലോകം വിശ്വസിക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം ലോകം ഇത് ഈ നെറേറ്റീവ്, അതായത് എപ്പോഴും ഹമാസിന്റെ നെറേറ്റീവ് അല്ലെങ്കിൽ ഹെസ്ബുള്ളയുടെ നെറേറ്റീവ്, ഇവർ വരുന്ന നെറേറ്റീവിനെ കൂടുതൽ ഇഷ്ടപ്പെടുകയും സ്വീകരിക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. എന്താ ഇപ്പം ആരിഫിന്റെ എപ്പോഴും പോസ്റ്റുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സിയണിസ്റ്റ് എന്ന് വ്യക്തിയായി എഴുതി വെക്കാറുമുണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. ഒരിക്കലും അതൊരു എക്സ്ട്രീം വാദമാണെന്നാണ് എന്റെ പരിമിതമായ അറിവ്. അല്ലെങ്കിൽ തിരുത്താം. പക്ഷെ അപ്പോഴും ഇതിന് എഗെയിൻസ്റ്റ് പറയാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അത് ഉപയോഗിക്കുന്നുണ്ട്. ഈ സിംഗിൾ നെറേറ്റീവ്, അതായത് ഹമാസിന്റെ ഹെസ്ബുള്ളയും പോലുള്ള ആളുകളുടെ സിംഗിൾ നെറേറ്റീവുകൾ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രകീർത്തിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അത് മാത്രം ആളുകൾ കേൾക്കുന്നത്? അതിനൊരു ചരിത്രപരമായിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. അത് ഈ സയണിസം എന്ന് പറയുന്ന ഒരു ആശയത്തോടുള്ള ഒരു അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതിനെ എതിർക്കുക എന്നുള്ളത് നമ്മൾ വലിയ കൂടിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കാനും കൂടിയുള്ള ഒരു കുറുക്ക് വഴിയാണ്. പിന്നെ അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു, ജൂതന്മാർ എപ്പോഴും അവരെ വേട്ടയാടുന്നു. ഇങ്ങനെയുള്ള കുറച്ച് നറേറ്റീവ്സ്, കുറച്ച് ഫിക്സഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇതിനകത്ത് ഫിറ്റ് ചെയ്താൽ അവരുടെ കച്ചവടം വലിയ തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നുള്ളതാണ് ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ മേഖലകളിലെല്ലാം തന്നെ ഇവർക്ക് അനുസൃതമായിട്ടുള്ള വാർത്തകൾ പടച്ചുവിടാൻ പറ്റിയ തരത്തിലുള്ള ആളുകൾ ഉണ്ട്. അവരെ ആ സാധനമാണ് പടച്ചുവിടുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് പലരും ഇതിൻ്റെ പിന്നിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറയാറുണ്ട്, ഈ എന്താണ് എല്ലാത്തിലും ഇങ്ങനെ ഓരോ ആളുകളെ തിരികെ കയറ്റുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വാദം നമ്മൾ കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അവർ ആ വാദം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ആ സംഗതിയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു പോലീസുകാരനായാൽ നമ്മൾ മുസ്ലിം പോലീസുകാരനാണോ ക്രിസ്ത്യൻ പോലീസുകാരനാണോ എന്ന് നോക്കിയിട്ടല്ല നമ്മളൊരു കാര്യം ചെയ്യുന്നത്. നമ്മൾ പോലീസുകാരനാണ് എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നത്. പക്ഷേ ഈ ഇസ്ലാം മതത്തിൽപ്പെട്ടുള്ള ആളുകൾ അവർ പോലീസായി കഴിയുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം മുസ്ലിം പോലീസ് എന്നുള്ള നിലയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നതാണ് അവരുടെ ഒരു ചിത്രമായിട്ട് മാറുന്നത്. ഞാനിത് പറയുമ്പോൾ പല ആൾക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ജോസഫ് മാഷിൻ്റെ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ടിട്ട് മാഷ് എഴുതിയ പുസ്തകം ഒന്ന് മാത്രം വായിച്ചാൽ മതി. ആ കേസ് അന്വേഷണമായിട്ട് നടക്കുന്ന വേളയിൽ മുസ്ലിങ്ങളായിട്ട് ഉള്ള പോലീസുകാർ മാഷിൻ്റെ അടുത്ത് എങ്ങനെയാണ് പെരുമാറിയത്, ഇത് മാത്രം നോക്കിയാൽ മതി. എനിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഒരു വധഭീഷണിയുമായി ബന്ധപ്പെട്ടിട്ട് അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സൈബർ പോലീസിൽ നിന്ന് വിളിച്ചിട്ടുള്ള പോലീസുകാരൻ എന്നോട് പെരുമാറിയത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ കോയ കോളിംഗ് പരിപാടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് എനിക്ക് അവിടെ പബ്ലിഷ് ചെയ്യാമായിരുന്നു. കാരണം ഏതാണ്ട് 3/4 മണിക്കൂറോളം ഞാനും ആ പോലീസുകാരനും തമ്മിൽ വാഗ്വാദമായിരുന്നു. ഇസ്ലാം വെച്ചിട്ടായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള സംസാരം. ആരിഫിന്റെ കൈയും കാലം ഒന്നും വെട്ടിയില്ലല്ലോ, വെട്ടുമ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ആ പോലീസുകാരൻ അന്ന് നമ്മളോട് സംസാരിച്ചത്. അപ്പം ഇതാണ്. അപ്പോൾ ഒരു പോലീസുകാരനായിരിക്കെ അവരുടെ ഡ്യൂട്ടി അല്ല അവരുടെ മുന്നിൽ, അവരുടെ ഡ്യൂട്ടി പോലീസുകാരനായിരിക്കെ ആ നിലയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതാണ് അവർ നോക്കുന്നത്. ഇസ്ലാമിൻ്റെ മുഖം എങ്ങനെ രക്ഷിക്കാം, ഇതെല്ലാ മേഖലയിലും ഉണ്ട്. അതുകൊണ്ടാണ് ബാക്കിയുള്ള ആളുകൾ ഇത് ചെയ്യുന്നു എന്ന് അവർക്ക് പറയാൻ പറ്റുന്നത്. അങ്ങനെ എല്ലാവരും ചെയ്തിരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എല്ലാവരെയും കൊണ്ട് അവർ ചെയ്യിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ഇത് ഈ ഫാഷിസ്റ്റ് ഐഡിയോളജി ഉള്ള ആളുകളുടെ ഒരു പൊതു സ്വഭാവമാണ്. കമ്മ്യൂണിസ്റ്റുകാരും ഏതാണ്ട് ഇതേ രീതിയിലാണ് പെരുമാറാറുള്ളത്.
കാരണം അവരും ഈ പറയുന്ന സ്പൈ വർക്കും അതുപോലെ ഇതുപോലുള്ള മേഖലകളിലേക്ക് ഇടിച്ച് നുഴഞ്ഞു കയറിക്കൊണ്ട് അവരെ അവിടെ ഒരു ലോബിയിങ് നടത്തുന്ന പരിപാടി, അത് ഈ ഫാഷിസ്റ്റുകളുടെ സ്ഥിരം രീതിയാണ്. ഇസ്ലാം നല്ല ഒന്നാം തരം ഫാഷിസമാണെന്ന് പറയുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയും സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ഹമാസ് ഐഡിയോളജി അത് ഹമാസ് ആയതിൻ്റെ പേരിലല്ല, അവർ ലക്ഷ്യം വെക്കുന്നത് ഒരു ഇസ്ലാമിക് ഐഡിയോളജിയാണ്, ഒരു ഐഡിയോളജിയുടെ പ്രശ്നമാണ്. അത് പേറുന്ന ആളുകൾ അത് പേറണമെന്നുണ്ടെങ്കിൽ ഹമാസ് ആവാതെ തന്നെ നിങ്ങൾക്ക് അത് കൊണ്ടു നടക്കാം. നമ്മളുടെ നാട്ടിൽ ഈ പറയുന്ന യഹിയ സിൻവറിൻ്റെ ബാനർ ആനപ്പുറത്ത് കയറിയത് അവർ ഹമാസിൻ്റെ അംഗത്വം ഉള്ളതുകൊണ്ടല്ല, അവരുടെ ആശയം അതായതുകൊണ്ടാണ്. ഈ നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ പള്ളികളിൽ വെള്ളിയാഴ്ച ഇന്നലെയും ഇവിടെ പ്രാർത്ഥന നടന്നിട്ടുണ്ട്. അവിടെയും പറഞ്ഞത് ജൂതന്മാരെ നാണം കെടുത്തണേ, അവരെ തോപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന നടത്തിയത് ആ ഖത്തീബ് ഹമാസിൻ്റെ മുതലാളി ആയതുകൊണ്ടല്ല എന്ന് പറഞ്ഞ മാതിരി അതിന് ആമീൻ പറഞ്ഞ വിശ്വാസികൾ അവരെന്തുകൊണ്ടാണ് ആമീൻ പറഞ്ഞത്? അത് അവരുടെ ബാധ്യത ആയതുകൊണ്ടാണ്, അത് ഇസ്ലാമിൻ്റെ രീതി അതായതുകൊണ്ടാണ്, അവർ ഹമാസിലെ അംഗത്തുള്ള ഒരു മെമ്പറും ആയതുകൊണ്ടുമല്ല. എന്ന് പറഞ്ഞവർ യഹിയ സിൻവർ കൊല്ലപ്പെട്ടപ്പോൾ അതിനുവേണ്ടി മയ്യത്ത് നിസ്കരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ഹമാസിലെ അംഗത്തുള്ളതുകൊണ്ടല്ല. അത് ചെയ്യൽ ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയായിട്ട് മാറുകയാണ്. കാരണം എന്താണ്? അത് ജൂതന്മാർക്കെതിരെ പോരാട്ടം നയിച്ച് വീര ചരമം പ്രാപിച്ച ഷഹീദായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ഒരു ബിൽഡപ്പ് അവിടെ. യെസ്. അപ്പം ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്ഥാനം. അതുകൊണ്ട് തന്നെ ഈ ആശയം ഉൾക്കൊള്ളുന്ന ആളുകളെ നിങ്ങൾക്ക് എന്ത് പേരിട്ട് വേണേലും വിളിക്കാം. ഇപ്പോൾ അത് ഗാസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ ഹമാസ് എന്ന് വിളിക്കും. അത് നമ്മുടെ നാട്ടിൽ വിളിക്കുമ്പോൾ ഇനി അവരെ ഹമാസ് എന്ന് വിളിക്കണം എന്തെന്ന് വിളിക്കണം എന്നുള്ളത് ബാക്കിയുള്ള ആളുകൾ തീരുമാനിച്ചാൽ മതി. പക്ഷേ അപ്പോഴും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ ഒരു വേറൊരു വശം കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇപ്പോൾ പറയുന്നത് സിവിലിയൻസിനെ കൊല്ലുന്നു എന്നുള്ളൊരു വിഷയമാണല്ലോ. അപ്പം അത് എണ്ണം കൂടിപ്പോയി എന്നുള്ളതും കൂടിയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ശരി, 1200 പേരെ കൊന്നു, അതിന് നിങ്ങൾ എന്തിനാണ് അവിടെ കയറിയിട്ട് ഇതേപോലെ 10,000-40,000 പേരെ കൊന്നതെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ കണക്ക് വെച്ചിട്ട് നമുക്ക് വേറെ പറയാമെന്നുള്ളത് വേറൊരു വശത്തുണ്ടെങ്കിൽ പോലും നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് ഇതുപോലെ ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ ഇടിച്ച് കയറി വന്നിട്ട് അവിടെയുള്ള 10,200 ആളുകൾ സിവിലിയൻസിനെ കണ്ണുമൂക്കിൽ അത് വെടിവെച്ചിടണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്നിട്ട് പിന്നെ അതിനകത്തുള്ള ആളുകൾ ഓടി രക്ഷപ്പെടുമ്പോൾ അവരെ പിന്നാലെ പോയിട്ട് വെടിവെച്ചിടണം. അതുകൂടാതെ ഈ വെടിവെക്കാൻ വരുന്ന ആളുകളുടെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ബോംബ് ഷെൽട്ടറിൽ കയറിയിരിക്കുന്ന ആളുകൾ അതിനകത്തേക്ക് ഒരു ഓട്ടയ്ക്കൂടെ എയർ മറ്റേ എന്തെങ്കിലും അവരെ പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള വിഷവാതകങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് സ്പ്രേ ചെയ്ത് അവരെ ശ്വാസം മുട്ടിച്ച് പുറത്ത് ചാടിച്ചിട്ട് അവർ ജീവനും കൊണ്ട് ഓടുന്ന സമയത്ത് പിന്നീന്ന് വെടിവെച്ചിടണം. ഇതെല്ലാം കഴിഞ്ഞ് അതിൽ നിന്ന് നമ്മൾ സുന്ദരികളായിട്ടുള്ള ആളുകളെ പിടിച്ച് ബലാത്സംഗം ചെയ്യണം. എന്നിട്ട് പിന്നെ അവരെ ട്രക്കിൽ കൊണ്ടുപോയി അവർ വിവസ്ത്രരാക്കിയിട്ട് അതിനകത്ത് മോളിൽ കയറി നിന്നിട്ട് ഷാലോം എന്ന് വിളിക്കണം. ഇതെല്ലാം ഇസ്രായേൽ ചെയ്യണമെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ എല്ലാം കറക്റ്റ് നമ്പർ വെച്ച് അതേപോലെ തന്നെ തിരിച്ചങ്ങോട്ട് ചെയ്താൽ ഇവരുടെ പ്രശ്നം തീരുമോ? അപ്പോഴും അത് തീരില്ലല്ലോ. ഇതല്ലല്ലോ അവർ പ്രതീക്ഷിക്കുന്നത്. ഇസ്രായേലെല്ലാം ഇങ്ങനെ കൊണ്ടിങ്ങനെ നിന്നോളണം എന്ന് പറയുന്നത് അത് ഇവിടെ നടക്കാൻ പോകുന്നില്ല. കാരണം അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു മോറൽ ഇക്വലൻസ് അത് അവിടെ ഒരിക്കൽ പോലും ഇവരുമായിട്ട് താരതമ്യം ചെയ്യാൻ പോലുമുള്ള ഒരു നിലയിലേക്ക് നിൽക്കുന്ന കൂട്ടരല്ല ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം താഴോട്ട് പോകേണ്ടതായിട്ട് വരും. മൃഗങ്ങളെന്നൊന്നും വിളിച്ചാൽ പോരാ ഹമാസിനെ, അതിലും താഴേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം അവർ അവരുടെ വാല്യൂ കൊടുക്കുന്നത് സിവിലിയൻസിനാണ്, അത് അപ്പുറത്തും ഇപ്പുറത്തും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് ഈ യുദ്ധം ഇത്രയും നീണ്ടുപോകാനുള്ളൊരു കാരണം പോലും എന്തുകൊണ്ടാണ്? കാരണം ഇവർ ഈ ഹ്യൂമൻ ഷീൽഡ്സിനെ വെച്ചിട്ട് ഈ ഫൈറ്റിംഗ് ഗ്രൗണ്ടിലുള്ളപ്പോൾ 2-3 മണിക്കൂർ മുന്നേ പറയുകയാണിത്, ഞങ്ങളിവിടെ ബോംബിടാൻ പോവുകയാണ്, ഇവിടെ സിവിലിയൻസിനെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് പറയുമ്പോൾ ആ സമയം കൊണ്ട് സത്യത്തിൽ രക്ഷപ്പെടുന്നത് സിവിലിയൻസ് അല്ല, ഈ തീവ്രവാദികളാണ് അവിടുന്ന് രക്ഷപ്പെടുന്നത്. അവർ ആ തുരങ്കത്തിൽ നിന്നും വേറെ തുരങ്കത്തിലേക്ക് പോയി ഒളിക്കാനുള്ള സമയമായിട്ടാണ് അവരത് പലപ്പോഴും എടുക്കുന്നത്. ഇനി അത് നോക്കാതെ ബോംബിട്ടാലുള്ള അവസ്ഥ എന്താണ്? അവിടെ സിവിലിയൻസിനെ അവിടെ കൊല്ലേണ്ടി വരും. അങ്ങനെ മരിക്കുന്ന സമയത്ത് അത് വെച്ചുകൊണ്ട് വലിയ പ്രശ്നമാവുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും അതിൻ്റെ ആ മറവിൽ തീവ്രവാദികൾ രക്ഷപ്പെട്ടു പോകുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ ഇതെല്ലാം നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണ്, പറയാനല്ലാതെ വേറെ നിവൃത്തിയില്ല. പക്ഷേ അവർക്ക് അവരുടെ ഗ്രൗണ്ട് വല്ലാതെ താഴ്ന്ന് ഇളകി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണല്ലോ വരയ്ക്കേണ്ടത്. അതായത് ഒരിക്കലും മനുഷ്യത്വമാണ് ആഫ്റ്റർ ഓൾ എല്ലാത്തിനും മുകളിൽ വിജയിക്കേണ്ടത്. അത് ആരുടെ ഭാഗത്തായാലും. ഹമാസിന്റെ കാര്യത്തിൽ അവർക്ക് അതില്ലാത്തത് കൊണ്ട് അത് എക്സ്പോസ് ചെയ്യപ്പെടും. നമുക്ക് വാചക കസർത്തുകൾ കൊണ്ട് ഇവിടെയുള്ള ഹമാസ് ഫാൻസിനൊക്കെ അതൊരു പരിധി വരെ ചർച്ച ചെയ്യണം. പക്ഷെ അത് കുട്ടികളിലേക്ക് കൂടെ വരുമ്പോ അതിന്റെ വ്യാപ്തിയും ആഴവും ഒക്കെ കൂടുകയാണ്. അതിനെ ഇവർ ഏത് തരത്തിലാണ് ഇനി ഇവിടുന്ന് അടുകൂട്ടി സംഘമൊക്കെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇവർ കംപ്ലീറ്റ് ഒരു നിശബ്ദത പാലിക്കും അത്തരം വിഷയങ്ങളോട്.
ഒന്നെങ്കിൽ നിശബ്ദത നിശബ്ദത, അല്ലെങ്കിൽ യാ നിശബ്ദത പാലിക്കാനും അതുപോലെ തന്നെ പറഞ്ഞ പല കാര്യങ്ങൾ തിരിച്ചു പറയാനുമാണ് സാധ്യത ഞാൻ കാണുന്നത്. ഉം, കാരണം ഇത് ലോകം തന്നെ ഇവർക്കെതിരെ തിരിയുന്നൊരു അവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഹമാസ് ഉം, മുന്നോട്ട് ഉം, വെച്ച ആശയം, അത് ആശയമായിരുന്നു പ്രശ്നം. ഇതൊരു ഉം, സ്വാതന്ത്ര്യ സമര പോരാട്ടമൊന്നും അല്ല ഉം, എന്നുള്ള ഉം, ലെവലിലേക്ക് കൂടുതൽ ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഉം, അത് UN പോലും അത് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇപ്പോൾ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും അതുപോലുള്ള സാധനങ്ങളൊക്കെ നെതന്യാഹുവിനെതിരെ വാറന്റ് പുറപ്പെടുവിച്ചു എന്നൊക്കെ പറഞ്ഞു നടന്ന പല കാര്യങ്ങൾ കണ്ടു. ഉം, അതിൻ്റെയൊക്കെ തലപ്പത്തുണ്ടായിരുന്നത് ഇതുപോലെയുള്ള അനുകൂലികളായിട്ടുള്ള ഹമാസ് അനുകൂലികളായിട്ടുള്ള ആളുകളായിരുന്നു എന്നുള്ളത് ഈ ഉം, അടുത്താണ് നമുക്ക് പുറത്തേക്ക് വീണ്ടും വിവരം വന്നിട്ടുള്ളത്. അതെ. അങ്ങനെയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഉം, നമ്മൾ നേരത്തെ പോലീസുകാരുടെ കാര്യം പറഞ്ഞ പോലെയാണ് ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ഒക്കെ അവസ്ഥ. ഇത് ഉം, തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ ഇതിനൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നത്. കണ്ടില്ലേ, നെതന്യാഹുവിനെതിരെ വന്നില്ലേ എന്നാണ് ഉം, പറയുന്നത്. ഉം, എന്ത് ഇത് വേറെ ആർക്കെങ്കിലും എതിരെ വന്നിട്ടുണ്ടോ? ഇതിപ്പോൾ നമ്മളിവിടെ പറയുന്ന സമയത്ത് അവിടെ കോങ്കോയിൽ ഏതാണ്ട് 10-70ഓളം ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളുടെ തലയറുത്ത് കൊന്നിട്ടുണ്ട്. ഉം, അവിടെ മുസ്ലിം തീവ്രവാദികളാണ് അത് ചെയ്തിരിക്കുന്നത്. എവിടെയെങ്കിലും ഉം, ഇത് സംബന്ധിച്ചിട്ടൊരു നിലവിളിയോ, ഓൾ ഐസ് ഓൺ കോങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു നിലവിളിയോ എവിടെയെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ? കാണുന്നില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് അതിൻ്റെ പിന്നിൽ ഒരു വലിയ വാർത്ത ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ഉം, ഇരവാദം ഇവിടെ പുറപ്പെടുവിച്ച് അങ്ങനെ ചെയ്യാനുള്ള ഒരു സംവിധാനം അത് ഈ ക്രിസ്ത്യൻസിനില്ല ആ മേഖലയിൽ. ഉം, ഉം, അത് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. അതുകൊണ്ടാണ്. പക്ഷേ ഇത് അവരുടെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാണ്. അതാണ് നമ്മൾ പറയുന്നത്. ലോകത്തെ പ്രധാനപ്പെട്ട ധനാഢ്യരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് മുൻപന്തിയിലുണ്ടായിരുന്ന ആളുകളാണ് യഹിയ സിൻവറും അതുപോലെ തന്നെ ഉം, നമ്മളുടെ ഇസ്മായിൽ ഹനിയ പോലെയുള്ള ആളുകൾ. കോടീശ്വരന്മാരായിരുന്നു അവർ. ഉം, എങ്ങനെയാണ് അവർ ഈ കോടീശ്വരന്മാരായത്? വെറുതെ ഇങ്ങനെ എന്തെങ്കിലും കച്ചവടം, അവരെന്ത് കച്ചവടമാണ് ചെയ്തിരുന്നതെന്നും കൂടി നമ്മൾ ആലോചിക്കണ്ടേ? ഏതെങ്കിലും സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ഒരു ബേക്കറിയെങ്കിലും അവർ നടത്തിയതിൻ്റെ, ഒരു തട്ടുകട നടത്തിയതിൻ്റെ ഒരു കണക്കെങ്കിലും നമുക്ക് കാണാനുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ഇത്രയും വലിയ കോടീശ്വരന്മാരായത്? കോടീശ്വരനാകുന്നതിലല്ല പ്രശ്നം. ഒരു കച്ചവടവും ചെയ്യാതെ എങ്ങനെ കോടീശ്വരനായി എന്നതടുത്താണ് ഇതിൻ്റെ പ്രശ്നം. എയ്ഡ് മണി അത് സ്വന്തം പോക്കറ്റിലേക്ക് ഇങ്ങനെ സൈഫൺ ചെയ്യുന്ന പരിപാടിയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് വേണ്ടിയിട്ടായിരുന്നു അവർ ഓരോ റമദാൻ മാസം ആകുമ്പോഴും ഇതുപോലുള്ള പരിപാടികൾ ഒപ്പിച്ച് ഇങ്ങനെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ബമ്പറായിട്ടാണ് അവർ ഒക്ടോബർ 7 വിചാരിച്ചത്. പക്ഷേ അത് ഒരു 1.5 ബമ്പറായി. ഇന്നിപ്പോൾ എല്ലാവരും അവിടെ ഹൂറികളോടൊപ്പം അവിടെ തത്തിക്കളിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ എത്തിയത്. തീർച്ചയായിട്ടും ഹാരിസ്, എന്തായാലും നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന സമാധാനമാണ്. അങ്ങനെയൊന്നും ഉണ്ടാകാനുള്ള സാധ്യത, കാര്യം ഇസ്രായേൽ യാ ഇതിനകത്ത് എന്ത് നിലപാടും പറയുന്നത്. യാ സമാധാനമാണ് എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഉം, അതായത് ബന്ദികളെ വിട്ടുകൊടുക്കുക. ഉം. ബ്രിങ് ദം ഹോം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് സമാധാനം വേണോ? ബന്ദികളെ ജീവനോടെ വിട്ടുകൊടുക്കുക. നാളെ യുദ്ധം നിൽക്കും. ഇതെന്നോ പറയുന്ന പക്ഷെ കാര്യമാണ്. ആരിഫ് ഇസ്രായേൽ പറഞ്ഞ ഒരു പണ്ടേ കാര്യമാണ് പറഞ്ഞ നമ്മൾ കാര്യമാണ്. കഴിഞ്ഞ് സംസാരിച്ചത്. ഏകീകരിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു നേതാവ് ഇരുന്നുകൊണ്ട് ഇന്ന ആൾക്കാരോട് കൊണ്ടുവരാൻ പറയുന്ന പോലല്ലോ, ഒരുപാട് ട്രൈബൽ കൂട്ടങ്ങളാണല്ലോ. അതെ 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 യെസ്. ആരുടെ കയ്യിലൊക്കെയാണ് ബന്ദികൾ ഉണ്ടോ ഇല്ലയോ, ഇവർ വിട്ടത് ഇവർ എന്തുകൊണ്ട് ഷിറി ബിബാസിന്റെ മൃതദേഹം മാറിപ്പോയി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതും അത് തന്നെയാണ് കാരണം. മിക്സ് ആയി പോയി എന്നാ പറഞ്ഞത്. കാരണം ഇത് പല ആളുകളുടെ കയ്യിലായതുകൊണ്ട് അവർ കൈമാറിയപ്പോൾ മാറിപ്പോയി എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇത് തന്നെയാണ് പ്രശ്നം. ഇതെങ്ങനെയാണ് അവർ സോർട്ട് ചെയ്യാൻ പോകുന്നത്? ഇനി ഇങ്ങനെ ഇത് കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിലും ഭീകരമായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു സീസ് ഫയർ എങ്ങനെയെങ്കിലും ലംഘിക്കണം എന്ന് അവർ പറയണത്. അതുകൊണ്ടാണ്. കാരണം എന്നാൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. കാരണം ഇനിയുള്ളത് അവരുടെ അപ്പൊ അത് കയ്യിൽ ഇസ്രായേലിന്റെ ജീവനോടെ. തലയിൽ എടുത്തു വെക്കാമല്ലോ. യെസ്, അതാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് അവർ ഈ തരത്തിലുള്ള പണികൾ ഒപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇസ്രായേൽ ഇത് മുൻകൂട്ടി കാണാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വളരെ കരുതലോടെ ആയിരിക്കും. കാരണം ഇതിൻ്റെ പേരിൽ ഒരു യുദ്ധത്തിലേക്ക് പോകുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഇത് ഈ ഹമാസ് എന്താണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു സുവർണാവസരമായിട്ട് തന്നെയാണ് എടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായിരിക്കും ഇതിനകത്ത് കൂടുതൽ ഉചിതമാവുക. കാരണം അത് ലോങ് ടേം അതിനകത്ത് വലിയൊരു മാറ്റം അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും ഹമാസ് ലോകത്തിൽ, നമ്മൾ ഇവിടെ ആനപ്പുറത്ത് ഹമാസിന്റെ നേതാക്കളുടെയൊക്കെ ചിത്രം വെച്ച് ചെണ്ട കൊട്ടി വിളിച്ചു പറഞ്ഞപ്പോ അതിന് കൈയടിച്ച ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഞാനും കേരളത്തിലാണ്. ഏറ്റവും എനിക്കൊന്ന് ഇവിടെ ഇറാഖും ഈ പറഞ്ഞ ഗസയും ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹമാസ് ഫാൻസ് ഉള്ളത് കേരളത്തിലായിരിക്കും. അത്തരം ഒരു ഗതികെട്ട അവസ്ഥയിലാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലും ഇത് എക്സ്പോസ് ചെയ്യപ്പെടും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് കേരളത്തിലാണ്. എന്നിട്ടേ ഇറാഖ് പോലും വരുള്ളൂ. അങ്ങനെ ഞാൻ പറയാം. കാരണം നമ്മളവിടെ യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള ആളുകളോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് പോലും മതിപ്പില്ല ഹമാസിനെ. അതായത് ഇസ്രായേലിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ, അവർക്ക് പോലും മതിപ്പില്ല. അവർ പോലും തള്ളി പറയുന്നു ഒരു ഘട്ടത്തിൽ. അപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ സാധാരണ മുസ്ലിമിന്റെ അടുത്തും ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ. അവർക്ക് ഇപ്പോഴും അത് സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. അങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും കുട്ടികളെ കൊല്ലുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നൊരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ കൂടി അവർക്ക് വന്നിരിക്കുന്നത്. മൃഗീയമായി ഒരാളെ വെടിവെച്ച് കൊല്ലുന്നത് പോലെയല്ല കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നത്. ഈ ശരീരത്തിൽ ഈ തൊലിയിൽ നമ്മുടെ കൈ പതിയണമല്ലോ ഒരാളെ ഞെക്കിക്കൊല്ലണമെങ്കിൽ. അതിനുള്ളൊരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്, അത് ഏത് തരത്തിൽ നിങ്ങൾ ന്യായീകരിച്ചാലും
ഹമാസ് ഫാൻസ് അത് ന്യായീകരിച്ചെടുക്കാൻ പറ്റില്ല. എന്തായാലും ഹമാസ് ഓരോ ദിവസവും ആവുമ്പോഴും പൊതുസമൂഹത്തിൽ എക്സ്പോസ്ഡ് ആവുകയാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുണൈറ്റഡ് നേഷൻസ് അടക്കമുള്ള പ്രധാനപ്പെട്ട സംഘടനകൾ ഇതിനെതിരെ വരുന്നു എന്നുള്ളത് തന്നെയാണ്. തന്നെയാണ് ലോകത്തിന് വേണ്ടുന്നത്. ഐഡിയോളജി നിൽക്കോളം ഹമാസിന്റെ മറ്റൊരു പേര് പുതിയൊരു സംഘടന ഉണ്ടാകും, അതിന് വലിയ താമസമൊന്നുമില്ല. എന്നാലും ഗസയിലും ഇസ്രായേലിലും ബന്ദികളൊക്കെ തിരിച്ചെത്തട്ടെ, ഗസയിലൊക്കെ സമാധാനം ഉണ്ടാകട്ടെ. താങ്ക് യു ആരിഫ് ഹുസൈൻ. താങ്ക് യു.